മാതൃഭൂമി അക്ഷരോത്സവം വരുമ്പോൾ അതിൻ്റെ ഭാഗമായി മാതൃഭൂമിയിലെ ഒട്ടുമിക്ക സ്റ്റാഫും കനകക്കുന്നിലേക്ക് വരുന്നൊരു രീതിയുണ്ട്. അഞ്ജനയും അതിൻ്റെ ഭാഗമായി തന്നെ എത്തിയതാണ് എന്നറിയാം. നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇപ്പോൾ ചിന്തിക്കുകയായിരിക്കും, കോഴിക്കോട് നിന്നും അഞ്ജന എങ്ങനെ കനകക്കുന്നിലെത്തിയെന്ന്. എന്താണ് വിശദാംശങ്ങൾ? മോഹൻലാൽ എന്ന മഹാനടനെ ഉൾക്കൊള്ളാൻ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട് അവിടെ? മുത്തി, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്നാണ് നമ്മുടെയൊക്കെ അക്ഷരോത്സവത്തിന്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അക്ഷരോത്സവമാണ് കനകക്കുന്നിൽ നടക്കാൻ പോകുന്ന മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം. 7ാം പതിപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്നലെ തന്നെ കൊടിയേറ്റമൊക്കെ നടന്നിരുന്നു. മന്ത്രി വി ശിവൻകുട്ടിയാണ് പതാക ഉയർത്തി ചടങ്ങ് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. ഏതായാലും ഇന്നാണ് ഔദ്യോഗിക ചടങ്ങുള്ളത്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. 10 മണിക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥികൾ കൂടി ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. MA യൂസഫലിയാണ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് KR മീര എഴുത്തുകാരിയായിരിക്കും. അതോടൊപ്പം സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള എഴുത്തുകാരനും എസ്സേയിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ജോനസ് ലൂച്ചറായിരിക്കും മറ്റൊരു മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സാംസ്കാരിക രംഗത്തും എഴുത്തിലുമൊക്കെ പ്രഗത്ഭരായ ഒട്ടനവധി ആളുകൾ ഇന്നു മുതൽ ഇവിടേക്ക് എത്തുകയാണ്. കനകക്കുന്ന് കൊട്ടാരത്തിന്റെ അങ്കണമുറ്റത്തായിരുന്നു ഇന്നലെ പതാക ഉയർത്തലും ചടങ്ങുമൊക്കെ നടന്നിട്ടുള്ളത്. ഇത്തവണത്തെ അന്താരാഷ്ട്രോത്സവം കെട്ടിലും മട്ടിലുമൊക്കെ അല്പം വ്യത്യസ്തമായി തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ പോലെയല്ല, മറ്റ് അനവധി വേദികൾ കൂടെ ഇത്തവണയുണ്ട്. 13 വേദികളാണ് ഇത്തവണ ഇവിടെ കനകക്കുന്നിൽ അക്ഷരോത്സവ വേദികളിൽ ഒരുക്കിയിട്ടുള്ളത്. ഓരോ ആശയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉത്സവം നടക്കുക. ഇത്തവണത്തെ ആശയം എന്താണ്? മോദി വിവേകാനന്തര ലോകം എന്ന ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത്തവണത്തെ MBIFL എന്ന് പറയുന്നത്. അത് ഒട്ടനവധി ആളുകൾ ഇത്തവണ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതും സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തുമൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി ആളുകളാണ് ഇത്തവണത്തെ കാഫെസ്റ്റിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് എഴുത്തുകാരെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത്, ഇത്തവണ 750-ലധികം പ്രഭാഷകർ എത്തുന്നുണ്ട്. അതുപോലെ വിവിധ ചർച്ചകൾ നടത്തുന്നുണ്ട് പല വേദികളിലായി. അതോടൊപ്പം തന്നെ വിവിധ പ്രസാധകരുടെ പുസ്തകങ്ങളും 1 ലക്ഷത്തിലേറെ പുസ്തകങ്ങളാണ് ഇത്തവണ മാതൃഭൂമി ബുക്ക് സ്റ്റോളിൽ ഒരുക്കിയിട്ടുള്ളത്. അനവധി ആളുകൾ എത്തുന്നു. എടുത്തു പറയേണ്ടത്, ഇന്നു മുതൽ 4 ദിവസം അത് അക്ഷരങ്ങളുടെ ഉത്സവമായി, സംവാദങ്ങളായി, പിന്നീട് അങ്ങനെ സംഗമിക്കാൻ പോകുന്നൊരിടമായി കനകക്കുന്ന് കൊട്ടാരം മാറുന്നു, ഇവിടുത്തെ അങ്കണം മാറുന്നു, ഇവിടുത്തെ ഓരോ വേദിയും മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ അക്ഷരങ്ങളുടെ ഒരു ഉത്സവമായിരിക്കും കനകക്കുന്നിൽ നടക്കാൻ പോകുക. ലോകമെമ്പാടുമുള്ള അക്ഷരപ്രേമികളൊക്കെ ഇവിടേക്ക് ഇങ്ങനെ ഒത്തുകൂടും. അവർ ഇങ്ങനെ ചർച്ചകൾ നടത്തും, ചൂടേറിയ ചർച്ചകളുടെ ഭാഗമാവും. അതിൽ നിന്ന് സ്വയം വിലയിരുത്തപ്പെടുകൾ നടത്തുമെന്നുള്ളതാണ്. എടുത്തു പറയേണ്ടത്, പല രാഷ്ട്രീയ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകർക്കുമൊക്കെ നമ്മുടെ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം ഒരു മാതൃകയായി, അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്താനുള്ള ഒരു അവസരമായി ഇവിടെ ഇതിനെ മാറ്റിയെടുക്കാൻ ഉൾപ്പെടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ഏതായാലും ഇന്നു മുതൽ 4 ദിവസത്തേക്ക് ഇത് അക്ഷര നഗരിയായി മാറുന്നു എന്നുള്ളതാണ് മോത്തി.